നമസ്തേ. വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ രാജ്യത്താകമാനം നടക്കുന്ന ആക്രമണങ്ങളിൽ ഇരയാകുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത്. ഈ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ ഹിന്ദു രക്ഷാദീപം തെളിയിച്ചു. വഖഫ് ബില്ലിനെ എതിർക്കുന്നു എന്ന പേരിൽ തുടങ്ങിയ സമരം ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു കലാപമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കുന്ന തീവ്രവാദ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനായി നടത്തിയ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ചടങ്ങ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഹിന്ദു രക്ഷാദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷ പ്രസന്ന ബാഹുലയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ, പാവക്കുളം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി പങ്കജാക്ഷൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു, സ്വാമി മന്ദാനന്ദ സരസ്വതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. വഖഫ് ബില്ലിന്റെ പേരിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരയാകുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളം ഒട്ടാകെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഹ്വാനപ്രകാരം ഹിന്ദു രക്ഷാദീപം തെളിയിച്ചു. ബംഗാളിൽ ഹിന്ദുക്കൾ വളരെ ന്യൂനപക്ഷ സമുദായമായി നിലനിൽക്കുന്ന ഒന്നാണ്. ആ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ ചെന്ന് അവരെ കൊല ചെയ്ത് അവരുടെ കുടുംബത്തെ ഒന്നാകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്നും ഇന്ന് ബംഗാളിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കാം എന്നും അത് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ജാതി വ്യത്യാസങ്ങളെല്ലാം തന്നെ മറന്ന് ശക്തമായി എതിർക്കണം എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. അപ്പൊ ഇതിനൊരു മാറ്റം വരണം. ഈ ഒന്നായി നിന്നില്ലെങ്കിൽ വീണ്ടും നാളെ ബംഗാളിൽ സംഭവിച്ചത്, അതിനു മുമ്പ് ബംഗ്ലാദേശ് സംഭവിച്ചത് നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടായില്ല. അപ്പൊ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ശക്തരാകണം. നമുക്ക് ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ ഭക്തിയാണ്. നമ്മൾ ഭക്തിയിലാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഭക്തിയോടൊപ്പം നമുക്ക് ശക്തിയും വേണം. ഭക്തിയും ശക്തിയും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഹിന്ദുക്കൾക്ക് ഇനി ഇവിടെ അന്തസ്സായിട്ട് നമ്മൾ യഥാർത്ഥ സ്വാഭിമാനി ഹിന്ദുവായി ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി എല്ലാവരും ഒത്തുചേരണം. ഹിന്ദു എന്നുള്ള രണ്ടക്ഷരത്തിന്റെ പിന്നിൽ അണിനിരന്ന് ഈ കലാപശ്രമങ്ങളെ ശക്തമായി എതിർക്കണമെന്നും മുർഷിദാബാദ് സംഭവം അവസാനത്തേതാകണം എന്നും ഭാരതം എന്നേക്കുമായി അവസാനിക്കണമെന്ന് ചിന്തിക്കുന്ന വൈദേശിക ശക്തികൾക്കെതിരെയും രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയും നാട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഈ ഭാരതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വർഗീയ വിധ്വംസക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഏതവസരത്തിലും കലാപം നടത്തി ഈ നാട്ടിൽ അസ്വസ്ഥതയുണ്ടാക്കി, അസമാധാനമുണ്ടാക്കി, സംഘർഷമുണ്ടാക്കി, വിദ്വേഷം വിതച്ച് നമ്മുടെ നാടിനെ ശിഥിലമാക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയാണ്. ഇപ്പോൾ മുർഷിദാബാദിൽ അവർക്ക് ഈ ധൈര്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ അവരുടെ കൂടിയാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവിടെ പോകുന്നില്ല? അവിടേക്ക് എന്തുകൊണ്ട് അവർ പോകുന്നില്ല? ഇത്രയധികം 1000-ൽ പരം കുടുംബങ്ങൾ, ഹിന്ദു കുടുംബങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന, അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി കഴിയേണ്ടി വന്ന ഒരു ദുസ്ഥിതി നിലനിൽക്കുമ്പോൾ അതിൻ്റെ വസ്തുതാപരമായ കാര്യം എന്തെന്ന് അന്വേഷിക്കാനെങ്കിലും ഇവിടുത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ പോകണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോകണ്ട്. എന്തുകൊണ്ട് അവരാരും പോകുന്നില്ല? കാരണം അവിടെ പരിക്കേൽക്കുന്നതും വീട് നഷ്ടപ്പെടുന്നതും എല്ലാ വിധത്തിലും കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നതും ഹിന്ദുക്കളായതുകൊണ്ടാണ്. അതേസമയം ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണോ മമതാ മുഹമ്മദ് ആണോ എന്ന് ചോദിച്ച ആർ വി ബാബു പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ എന്തുകൊണ്ട് ബംഗാളിലും ബംഗ്ലാദേശിലും വേദനിക്കുന്നവർക്കായി ഒന്നും മിണ്ടുന്നില്ല എന്നും ആരോപിച്ചു. 30 വർഷമായിട്ട് ഹിന്ദു കക്ഷികൾ കൊടുത്ത കേസ് കേൾക്കാൻ സുപ്രീം കോടതിക്ക് സമയമില്ല. ഇവിടെ രാത്രി സുപ്രീം കോടതി ബെഞ്ച് കൂടുന്നു, സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നു. എന്തൊരാവേശമാണ്! എന്താണ് ഈ ഇരട്ട താപ്പ്? എന്താണ് ഹിന്ദുക്കളോട് ഇരട്ട നീതി? ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, നാം നീതിന്യായ രംഗത്ത് നിന്ന് പോലും ഹിന്ദുക്കൾക്ക് ഈ നീതി കിട്ടുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഹിന്ദു രക്ഷാദീപം തെളിയിച്ച ചടങ്ങിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.